ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹിതരെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ട് യഹൂദിയായിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. ബേത്ലഹേമിലേക്കുള്ള അവരുടെ യാത്ര അത്ര സുഗമമായ ഒന്ന് ആയിരുന്നില്ല. അനുസരണത്തിന്മേലാണ് ജോസഫും മറിയാമും യാത്ര ആരംഭിക്കുന്നത്. ബേത്ലഹേമിലേക്കുള്ള അവരുടെ ഓരോ ചുവടുകളും അവർ വച്ചത് അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ്. എക്സ്ട്രാ ഓർഡിനറിയായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു യാത്ര ആയിരുന്നില്ല അത്. ദൈർഘ്യമേറിയ പൊടിമണ്ണ് നിറഞ്ഞ വിനയപൂർവമായൊരു തീർത്ഥാടനമാണ് അവർ അന്ന് നടത്തിയത്. സഭാപിതാവായ വിശുദ്ധ അപ്രൈം തൻ്റെ ഹിം ഓഫ് നേറ്റിവിറ്റിയിൽ ഇപ്രകാരം കുറിക്കുന്നുണ്ട്: മേരി ആൻഡ് ജോസഫ് went up to Bethlehem, not knowing that they were being led by the hidden power of providence. മറഞ്ഞിരിക്കുന്ന ദൈവകരുണയാണ് അവരെ വഴി നടത്തുന്നത് എന്നറിയാതെയാണ് അവർ യാത്ര ചെയ്തത്. തുടർന്ന് പിതാവ് ഇങ്ങനെ ചേർക്കുന്നു: they walked the road of obedience. അനുസരണത്തിൻ്റെ വഴിയിലൂടെയാണ് അവർ നടന്നത്. and through their weariness God prepared his dwelling among men. അവരുടെ തളർച്ചയിലൂടെ ദൈവം മനുഷ്യരുടെ ഇടയിൽ തൻ്റെ വാസസ്ഥലം ഒരുക്കി. സ്നേഹിതരെ, ഏതൊരു ക്രൈസ്തവൻ്റെ ജീവിതവും ബേത്ലഹേമിലേക്കുള്ള ഒരു യാത്രയാണ്. അതായത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. വഴികൾ എളുപ്പമുള്ളതല്ല, മിനുസവും മാർദ്ദവുമേറിയതും അല്ല. മറിച്ച് സംശയങ്ങളുടെ, പ്രതിസന്ധികളുടെ, കാത്തിരിപ്പിൻ്റെ കുന്നുകളും താഴ്വരകളും ഒക്കെ നിറഞ്ഞതാണ്. അവിടെ ഓരോ ചുവടും വിശ്വാസത്തിൽ അടിസ്ഥാനം ഉള്ളതായിരിക്കണം, വിനയത്തിൽ ഊന്നിയതായിരിക്കണം. ദൈവം നിങ്ങളെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.